手，想抓也能抓。നിക്കാനല്ലേ പറഞ്ഞേ? എവിടേക്കാ ഓടുന്നത്? ഇനി വെറുതെ വിട്. എനിക്ക് നന്ദിനിയെ രക്ഷിക്കണം. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എനിക്ക് എന്റെ നന്ദിനിയെ എങ്ങനെയും രക്ഷിച്ചാൽ മതിയാവും. എന്നെ തടയണ്ട. എന്നെ വിട്. നിന്നെക്കാൾ കൂടുതൽ നന്ദിനിയെ ജീവനായി കണ്ടിരുന്നവളാ ഞാൻ. അവളുടെ തനിനിറം എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ മാറിയത്. നീ കരുതുന്ന പോലെ നന്ദിനിക്ക് സത്യവും ധർമ്മവും ഇല്ല. ഇനി നീ അവളെ ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കല്ലേ. നീ ഇങ്ങനെ ഒരു നന്ദി കെട്ടവളായി മാറിയെന്ന് കരുതി എന്നോട് അതുപോലെ അവൻ പറയണോ? നന്ദിനെ ഇല്ലാതാക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന നാഗനന്ദിനി ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം ഇതിനോടകം നന്ദിനെ ഇല്ലാതാക്കാനുള്ള പൂജ ആരംഭിച്ചു കാണും. നീ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കല്ലേ. ഞാൻ ഇനി മരിച്ചാലും കുഴപ്പമില്ല ഗംഗെ. എനിക്ക് നന്ദിനിയെ രക്ഷിച്ചാൽ മതി. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ ദൈവത്തെ പോലെ കണ്ടിരുന്ന നന്ദിനി ആപത്തിലേക്ക് നീങ്ങാണ്. എന്നിട്ട് ഇങ്ങനെ തടയുന്നത് ശരിയാണോ ഗംഗെ? എപ്പോ അവൾ എന്റെ അച്ഛനെ കൊന്നുകളഞ്ഞോ, എപ്പോ അവൾ എന്റെ അരുണനെ കൊല്ലാൻ ശ്രമിച്ചോ, അപ്പോഴേ അവള് ഞാനും തമ്മിലുള്ള ബന്ധം ആർത്ത് മുറിച്ചു. ഞാൻ അതിങ്ങനെ നീ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല. ഇനി എത്ര ജന്മം എടുത്താലും ആ ബന്ധം ഒരിക്കലും ഇല്ലാതാവില്ല ഗംഗെ.
കാരണം നന്ദിനി അങ്ങനെ ആരോ ഒരാളല്ല. അവള് നിന്റെ കൂടെ പിറപ്പായ ചേച്ചിയാ. നീ അവളുടെ അനിയത്തി ആയതുകൊണ്ടാ കയ്യില് കാലചക്രങ്ങൾ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് അവള് നിന്നെ രക്ഷിച്ചത്. ഇല്ലെങ്കിലേ നീ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല ഗംഗെ. അന്ന് എന്റെ ജീവൻ ആപത്തുണ്ടായി. അത് അവളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ. നീ ആ കണ്ണടിക്കമ്മ പറയുന്നതും കേട്ട് നന്ദിനിയുടെ ശക്തി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയതുകൊണ്ടല്ലേ അവളൊന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. നന്ദിനി ഇനി അതൊക്കെ ഓർത്ത് വേദനിച്ചാ പോലും, അവൾ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞാ പോലും ഇനി ഞാനും നന്ദിനി തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവളെ പറ്റി പറയാൻ ഇനി ആരും എന്റെ മുന്നിൽ വരരുത്. ഇന്ന് നന്ദിനി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം കാണാൻ പോവാ. നന്ദിനി നിന്റെ കൂടെപ്പിറപ്പാന്ന് അറിഞ്ഞിട്ട് നീ ഇങ്ങനെ പറയാണല്ലേ. ഞാനും അവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അന്ന് അവൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ. അതിൽ നിന്നല്ല ഞാൻ വഴുതി മാറിയതുവാ. ഇന്ന് നീ അതേ കള്ളക്കഥ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണല്ലേ. സത്യമായിട്ട് നന്ദിനി നിന്റെ കൂടെപ്പിറപ്പ് തന്നെയാണ് ഗംഗെ. ഞാൻ മാത്രമല്ല, ഈ ലോകത്ത് ഒരാൾ നീ പറയുന്നത് വിശ്വസിക്കില്ല. ഒരു പാമ്പും മനുഷ്യ സ്ത്രീ എങ്ങനെ സഹോദരങ്ങളാവുന്നത്? ഈ ലോകത്ത് എത്രയോ അപൂർവതകളുണ്ട് ഗംഗെ. അതിലൊന്ന് മാത്രമാണ് നീയും നന്ദിനിയും. ലോകം മുഴുവനും അക്രമങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് നന്ദിനി. അങ്ങനെ ഒരു അധർമ്മിയായ നാഗത്തിന്റെ സഹോദരിയാവുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. ഞാൻ ഈ പറയുന്നതൊന്നും ഇപ്പൊ നീ വിശ്വസിക്കുന്നില്ലായിരിക്കാം. എന്ന നാളെ നീ സത്യം എല്ലാം മനസ്സിലാക്കും. അപ്പോഴേ വിശ്വാസാവും. പഴയെന്ന് അങ്ങനെ ഒരു കള്ളത്തിന് പറഞ്ഞവിടുന്ന് പോകുന്നത് നീ കരുതണ്ട. ഏയ്, നിക്ക്. നിക്കവിടെ. നിക്കാനാ പറഞ്ഞെ. നിക്ക്. നിക്ക്, പോരുത്. നിക്കാൻ. ഇനി വിടില്ലെങ്കി നിന്നോടല്ലേ പറഞ്ഞത്. വിടാൻ. എന്നാ നീ ഒരു സത്യം മനസ്സിലാക്കിക്കോ. നീ സുകുമാരന്റെ മകളായതുകൊണ്ടല്ലേ നന്ദിനെ രക്ഷിക്കാൻ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുന്നേ. എന്നാ നന്ദിനിക്ക് ഒരു പ്രശ്നം വന്നാ അവള് നിന്നെ കൊല്ലാൻ ഒരിക്കലും മടി കാട്ടില്ല. നീ നന്ദിനിയെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഗംഗെ. ഈ അടുത്ത കാലം വരെ ഞാൻ അവളെ മനസ്സിലാക്കിയിരുന്നില്ല. പാമ്പിനെ എത്ര തന്നെ സ്നേഹിച്ച് പാല് കൊടുത്ത് വളർത്തിയാലും അതെപ്പോഴെങ്കിലും അതിന്റെ വിഷം പുറത്തെടുക്കുമെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. നിന്നോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. എനിക്ക് പോണം. ഞാൻ ഒരിക്കലും ഇതിനെ പോകാൻ അനുവദിക്കില്ല. നീ പോയാൽ അത് നിനക്കും ആപത്തായി മാറും. എന്തൊക്കെ പറഞ്ഞാലും നീ ഈ വീട്ടിൽ കുറെ നാൾ കഴിഞ്ഞതാ. നിനക്കൊരു ആപത്ത് വരരുത്. എന്റെ അച്ഛനെ എനിക്ക് അവളിൽ നിന്ന് രക്ഷിക്കാനായില്ല. നിന്നെയും കൂടി ബലി കൊടുക്കാൻ എനിക്കാകില്ല. നീ എവിടെയും പോകാതെ ഇവിടെ തന്നെ ഇരിക്കും. കൂടെപ്പിറപ്പിന്റെ സ്നേഹം തിരിച്ചറിയാത്ത നിന്നെ എനിക്ക് പുച്ഛമാണ് ഗംഗെ. ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്ക്. നിന്റെ നല്ലതിനു വേണ്ടി ഈ പറയുന്നേ. വെറുതെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കെ. എന്നെ പറ്റി നീ ചിന്തിക്കുന്ന എന്തിനാ? എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. വിടാനാ പറഞ്ഞെ. ഞാൻ വിടില്ലെന്ന് പറഞ്ഞില്ലേ. എന്നെ വിടുകെങ്കെ. നീ നന്ദിനിയെ പോലെ ഇരിക്കുന്നോണ്ട് മാത്രം ഞാൻ ഇത്രയും നേരം സഹിച്ചേ. ഇനിയും നീ എന്നെ തടയാൻ ശ്രമിച്ച എനിക്ക് രാജശേഖരനോടുള്ള പക ഞാൻ നിന്നോടായിരിക്കും തീർക്കുക. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിടുമെന്ന് കരുതണ്ട. നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി. പറയുന്ന കേക്ക്. വിധി തന്നെ എത്രയോ നാളായി നിന്നെയും നന്ദിനിയും വേർപിരിച്ചു വെച്ചില്ലേ. അതുകൊണ്ട് ആവശ്യമില്ലാതെ അവളെ തേടിപ്പോയി ആപത്ത് വരുത്തി വെക്കണ്ട. എനിക്ക് തനിച്ചിങ്ങനെ ജീവിക്കുന്നതിനേക്കാ നന്ദിനിയോട് ചേർന്ന് മരിക്കുന്നത് തന്നെ സന്തോഷം. എന്നെ വിട്. ഇനിയും നിന്നോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. വിട്. മാധവി, ഞാനിപ്പോ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ.
നന്ദിനി നന്ദിനി ഏതോ മാന്ത്രിക ശക്തി വരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ആ നാഗനന്ദിയൻ നിനക്കെതിരെ എന്തോ പദ്ധതി ഒരുക്കുന്നുണ്ട് അവിടെ. നീ വെളിയിലേക്ക് വരരുത്, അവിടെ തന്നെ ഇരുന്നാ മതി. ഞാനിവിടെ ഉള്ളിൽ തന്നെ ഇരുന്നോളാം. ശ്രദ്ധിച്ച് നിൽക്കണേ അവിടെ. എന്താ പറ്റിയ? എന്താ? എന്താന്ന് പറയ്. എന്താ അവിടെ? അയ്യോ, ഇതൊന്നും കണ്ട് നീ പുറത്തേക്ക് പോരണ്ട നന്ദിനി. അവിടെ തന്നെ ഇരുന്നാ മതി, അവിടെ തന്നെ ഇരുന്നോ. എന്താന്ന് പറയ്. എന്താ അവിടെ? ഇതൊന്നും കണ്ട് നീ പുറത്തേക്ക് പോരണ്ട നന്ദിനി. അവിടെ തന്നെ ഇരുന്നാ മതി, അവിടെ തന്നെ ഇരുന്നോ. എനിക്കൊരു പ്രശ്നവുമില്ല. നീ വെളിയിലേക്ക് വരാതിരുന്നാ മതി. ഇത് ഞാൻ നോക്കിക്കോളാം. നീ വരണ്ട, നീ ഇറങ്ങല്ലേ പുറത്തേക്ക്. ഞാൻ നോക്കിക്കോളാം. മോളെ നന്ദിനി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പുറത്തിറങ്ങരുത്. അയ്യോ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അയ്യോ, നീ എന്തീ കാണിച്ചേ? പാർവതിയുടെ പേരിൽ ഞാൻ സത്യം ചെയ്തിട്ടും നീ എന്തിനാ പുറത്തു വന്ന്? അതിന് കൺമുമ്പിൽ അങ്ങ് ഇങ്ങനെ പെടയുന്നത് കാണുമ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുക? ഓ, നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ ആ നാഗനന്ദിയൻ വവ്വാലുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അകത്തേക്ക് പോ. വാ, ഞാൻ പറഞ്ഞു കേൾക്ക്. നീ വാ, വാ. അയ്യോ, വെറുതെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം വാ. വന്ന് ഇതിനകത്ത് കേറി നന്ദിനി. നന്ദിനി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നന്ദിനി. നന്ദിനി, എന്തിനാ നീ എന്റെ വാക്ക് ധിക്കരിച്ചത്? മോളെ നന്ദിനി.
അന്ന് നീ രക്ഷപ്പെട്ടു നന്ദിനി. എന്നാ ഇന്ന് എങ്ങനെ നീ രക്ഷപ്പെടുന്നു ഞാൻ കാണട്ടെ. ഇന്നത്തോടെ നീ നശിക്കാൻ പോവാണ്. നിന്റെ മരണം അടുത്തു കഴിഞ്ഞു നന്ദിനി. ഞാൻ മരിക്കാൻ വന്നതല്ല, നിങ്ങളെയൊക്കെ കൊന്ന് കൊല വിളിക്കാൻ വന്നതാ ഞാൻ. ഇതുപോലുള്ള മാന്ത്രിക ശക്തി എന്നെ ആവാഹിച്ചു കൊണ്ടുവരുന്നതും ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതും ഇതിനു മുൻപ് സംഭവിച്ചതാണ്. ഇപ്പൊ അതേ ചരിത്രം ആവർത്തിക്കാൻ പോവാ. സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ. ഇതുവരെ നിന്നോടൊപ്പം മത്സരിച്ചത് മാന്ത്രിക ശക്തി മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ നീ നാഗനന്ദിയന്റെ കയ്യിലാകപ്പെട്ടിരിക്കുന്നേ. ഒപ്പം മത്സരിച്ചത് മാന്ത്രിക ശക്തി മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ നീ നാഗനന്ദിയന്റെ കയ്യിലാകപ്പെട്ടിരിക്കുന്നേ. നിന്നെ ഇങ്ങോട്ട് ആവാഹിച്ചു കൊണ്ടുവന്ന നാഗനന്ദിയനെ സാധാരണ നാഗമായി നീ കണക്കാക്കിയെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നാഗവംശങ്ങളുടെ പിതാമഹനാണ്. എന്നിൽ നിന്ന് നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല. നീയാണ് ആ നാഗനന്ദിയനല്ലേ? ഞാനും നിന്നെ കാണാൻ കുറെ നാളായി കാത്തിരിക്കുക. നീയായിട്ട് വരുത്തിയത് നന്നായി. നീ ഇത്രയും നാള് കാത്തിരുന്നത് നിന്റെ മരണത്തെ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കോ. ഞാനൊരു ശക്തിനാഗമാണ്. അത്ര എളുപ്പത്തിൽ നിനക്ക് എന്നെ നശിപ്പിക്കാനാകില്ല. നീ ശക്തിനാഗമാണെന്ന പേരിൽ ഒരുപാട് അഹങ്കരിക്കണ്ട. നിനക്കടിമപ്പെട്ട വംശമല്ല എന്റേത്. എന്റെ സ്വരൂപം എന്തെന്ന് നിനക്കറിയില്ല. നിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ നാഗത്തെ അറിയാൻ തന്നെയാ വന്നത്. പറയേ, നീ ആരാണ്? നീയും ആ പുരുഷോത്തമനും തമ്മിൽ എന്താ ബന്ധമെന്ന് പറയൂ. എന്ത് കാര്യത്തിനാ നീ അവനെ സഹായിച്ചോണ്ടിരിക്കുന്നേ? അങ്ങനെ എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. നിന്റെ ദ്രോഹം സഹിക്കാനാകാതെ ഇവർ വന്ന് എന്നോട് അപേക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഇവർക്ക് ഞാൻ കൊടുത്ത ഒരു വാക്കിന്റെ പേരിലാണ് നന്ദിനി നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലാൻ പോകുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുന്നേ. എന്തുകൊണ്ട് സാധിക്കില്ല? നിന്നെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാ ഉറ്റിലേക്ക് ഉഗ്രശക്തികളെ ആവാഹിച്ചിരിക്കുന്നേ. ഉറ്റ് നിന്റെ രക്തത്തിനായി തുടിക്കുകയാണ് നന്ദിനി. നിന്റെ മരണം അടുത്തെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ ജീവനില്ലാതാകാൻ പോവുക. പുറ്റ് ഞാൻ വസിക്കുന്ന എന്റെ ജീവാംശം. അത് ഉപയോഗിച്ച് നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ല. ഇത് വെറും പുറ്റാണെന്ന് കരുതണ്ട. എന്റെ പൂർവികരുടെ ശക്തിയിൽ നിന്ന് രൂപം കൊണ്ട അഗ്നികുണ്ഡമാണ്. ഇത് നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നത് കണ്ടില്ലേ? നിന്റെ മരണമാണ്.